ഹലോ എവ്രി വൺ. ഇന്ന് പേഴ്സണൽ ചാനലിൽ വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു കഥ പറയട്ടെ. 2 ദിവസം മുമ്പ് എനിക്കൊരു ഗിഫ്റ്റ് വന്നു. അപ്പോൾ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു കൊറിയർ ഉണ്ട് എന്ന് പറഞ്ഞ് താഴെ നിന്ന് സെക്യൂരിറ്റി വിളിച്ചപ്പോൾ നമ്മൾ ഈ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ എന്തെങ്കിലും ഓർഡർ ചെയ്ത് അയക്കായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞാൻ വന്ന് ഇത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പരിചയമില്ലാത്ത ഒരു കൊറിയർ. അപ്പോൾ ഇതെന്താണ് ആ സംഭവം എന്ന് വിചാരിച്ച് വളരെ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ വളരെ ക്യൂരിയസ് ആയിട്ട് തുറന്നു നോക്കിയപ്പോൾ ഈ ഗിഫ്റ്റ് അയച്ചേക്കുന്ന ആളുടെ പേര് കണ്ട് ഞാൻ സത്യത്തിൽ ഞെട്ടി. ഗിഫ്റ്റ് അയച്ചത് പേളിമാണിയാണ്. ഹലോ ഗായ്സ്. അത്രയും സ്നേഹത്തോടെ ഇത്രയും ഇങ്ങനെ ഒരു ഗിഫ്റ്റ് അയച്ചപ്പോൾ എനിക്ക് എല്ലാവരെയും കാണിക്കണം, നിങ്ങളോട് എല്ലാവരോടും ഈ കഥ പറയണമെന്ന് തോന്നി. അപ്പം നമുക്ക് ഒരുമിച്ചിരുന്ന് ഒന്നും കൂടെ ഇതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം, ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളതെന്ന്. ഓക്കെ, ആക്ച്വലി ഇതിൻ്റെ ഈ ഒരു പെർഫെക്ഷനൊക്കെ പോകാൻ കാരണം എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി തുറന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇത് ഈ ബോക്സ് കണ്ടോ, സൂൺ ടു ബി മോമി വീണ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോക്സാണ്. അത്രയും കണ്ടപ്പോൾ തന്നെ ഞാൻ ആകെ ഞെട്ടി. കാരണം നമ്മൾ ഗിഫ്റ്റ് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തിടത്തുനിന്ന് ഇങ്ങനെ ഒരു സാധനം വരുന്നു, അതും വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ടൊരു കാര്യം വരുന്നു. അപ്പോൾ എന്താണ് എന്ന് തുറന്നു നോക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച നമ്മൾ വീണ്ടും തുറക്കുകയാണ്. തുറന്നപ്പോൾ ദാ വരുന്നു കുറേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, പക്ഷെ ഭയങ്കര സന്തോഷം തോന്നുന്ന കാര്യങ്ങൾ. അപ്പോൾ തുറന്നപ്പോൾ എന്ന് പറയുന്നത് ആദ്യം തന്നെ വന്നത് ഒരു ബെസ്റ്റ് വിഷസ് കാർഡാണ്. കൺഗ്രാജുലേഷൻസ് ഓൺ യുവർ പ്രഗ്നൻസി ആൻഡ് ദ ബ്യൂട്ടിഫുൾ ജേർണി അഹെഡ്. വിഷിംഗ് യു ജോയ്, ലവ് ആൻഡ് എൻഡ്ലെസ് ബ്ലെസ്സിങ്സ് as you prepare to welcome your little one, പേളി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം കുറച്ച് കാലമായി നമ്മളിങ്ങനെ പ്രഗ്നൻ്റ് ആണ്, ഡെലിവറി ഉണ്ടാകും, കുഞ്ഞുവാവ വരുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഞാൻ ഈ ഒരു റിയാലിറ്റീനോട് 100% എനിക്ക് ഡൈജസ്റ്റ് ആയിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ഗിഫ്റ്റ് വന്ന് ഗിഫ്റ്റിൽ ആദ്യമേ കണ്ട കുറച്ച് കുഞ്ഞുടുപ്പുകളൊക്കെ കണ്ടപ്പോൾ എൻ്റെ ദൈവമേ, എനിക്ക് ഭയങ്കര ഇമോഷണലായി. ഇതൊക്കെ നോക്ക് എന്തൊരു ഭംഗിയാണെന്ന്. അതായത് നിങ്ങളോട് ഇത് പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഞാൻ ഇന്ന് വരെ പേളിയെ നേരിട്ട് കണ്ടിട്ടില്ല. ഈ ഒരു ചാനൽ തുടങ്ങുന്ന സമയത്തൊക്കെ പേളിയെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അന്ന് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത 2 ആൾക്കാർ പേളിയും ശ്രീനിഷും ആണെന്നുള്ളതിനപ്പുറത്തേക്ക് ഞങ്ങൾ തമ്മിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഒരു ചായ പോലും ഒരുമിച്ചിരുന്ന് കുടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ടായിട്ടില്ല. അങ്ങനെയൊന്നും ഉണ്ടാവാതിരുന്നിട്ടും ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഇങ്ങനൊരു വലിയ ഗിഫ്റ്റ് ഹാമ്പർ എനിക്ക് അയച്ചു തന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ട് എനിക്ക് ഭയങ്കര കരച്ചിൽ വന്നു. ഞാനത് പേളിയോട് പറയുകയും ചെയ്തത് കണ്ട അപ്പം തന്നെ അടുത്ത സെക്കൻഡിൽ ഞാൻ അവർ 2 പേരെയും മാറി മാറി വിളിച്ചു. പേളിയെ വിളിച്ചു, ശ്രീനിഷിനെ വിളിച്ചു. ഒത്തിരി താങ്ക്സ് പറഞ്ഞു. കാരണം ഇപ്പോഴാണ് സത്യത്തിൽ ഈ ഒരു ഫേസിലേക്കൊക്കെ ഞാൻ എത്തി എന്നുള്ള ഒരു റിയാലിറ്റി ഇങ്ങനെ ഹിറ്റ് ചെയ്ത് തുടങ്ങുന്നത്. ഇനി ഇതിലുള്ള ബാക്കി സാധനങ്ങൾ, ഒരു കുഞ്ഞു ടെഡി ബിയർ. ഇത് എന്തിപ്പോൾ ഇതിനൊക്കെ പറയുക, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പേളിയോടൊക്കെ പറയായിരുന്നു. ഇത് കണ്ടപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തി എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷമാണ്. എസ്പെഷ്യലി നമ്മളെ ഇന്ന് വരെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും എന്താ ഇങ്ങനെ ഒരു സാധനം അയച്ചു എന്താണെന്ന് ഞാൻ പേളിയോട് ചോദിച്ചു. പേളി പറഞ്ഞു, I happen to know that you are pregnant. I just wanted to congratulate you on your journey. സത്യം പറഞ്ഞാൽ ഒരിക്കലും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു ഗിഫ്റ്റ് വരുമെന്ന്. 2 ദിവസം മുൻപ് ഒരു ദിവസം വെറുതെ എനിക്ക് ശ്രീനിഷ് മെസ്സേജ് അയച്ചിരുന്നു. ശ്രീനിഷിന് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കാറുണ്ട്, വല്ലപ്പോഴും, വെരി റെയർ ഒക്കേഷൻസിൽ. അപ്പോൾ വീണ പ്ലീസ് സെൻഡ് മി യുവർ ഹൗസ് അഡ്രസ് എന്ന് മാത്രം പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ആലോചിച്ചില്ല, അത് കൊടുക്കുകയും ചെയ്തു. പിന്നെ ഞാനത് മറക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇതെല്ലാം വരുന്നത്. അപ്പോൾ ഞാൻ ശ്രീനിയെ വിളിച്ചു ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ശ്രീനി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ എനിക്കിങ്ങനെ അയക്കാനൊക്കെ നിങ്ങൾക്ക് തോന്നിയല്ലോ, ആ വലിയ മനസ്സ് എന്ന് പറയുന്നത് കാണാതെ പോകരുതല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എടാ പേളി എപ്പോഴും അങ്ങനെയാണ്, ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ഭയങ്കര സന്തോഷം കണ്ടെത്തുന്ന ആളാണ്. എന്നോട് പറഞ്ഞിരുന്നില്ല. എന്നോട് ഒരു ദിവസം രാത്രി ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പേളി പറഞ്ഞു, എടാ വീണയുടെ അഡ്രസ്സ് ഒന്ന് എടുത്ത് തരാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു കൊളീഗിനെ വിളിച്ചു ചോദിച്ചു. ആ പുള്ളിക്കാരുടെ കയ്യിൽ അഡ്രസ്സ് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് നിന്നോട് നേരിട്ട് വാങ്ങിച്ചതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പേളിക്ക് ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് ഹാമ്പർ ഇതിൽ എന്തിരിക്കുന്നു എന്ന് തോന്നാം. പക്ഷെ ഇത് കിട്ടിയ എന്നെ സംബന്ധിച്ച്
ഈ ഒരു വലിയ റിയാലിറ്റി, അതുപോലെ അത് ചെയ്യാൻ ഒരാൾ കാണിച്ച മനസ്സ്, അതും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. വളരെ അപൂർവമായിട്ടുള്ള ഒന്നോ രണ്ടോ ഫോൺ കോൾസിൽ ഹായ് ഹലോ പറഞ്ഞിട്ടുള്ള ഒരു ബന്ധം മാത്രം. അങ്ങനെ ഒരാളിത് ചെയ്തപ്പോൾ ഇറ്റ് മീൻസ് സോ മച്ച് ടു മീ. അങ്ങനെ ഭയങ്കര ഓണസ്റ്റ് ആയിട്ട് പറയുകയാണ്, അതൊരു ഭയങ്കര സംഭവമായിരുന്നു. ഞാൻ അന്ന് ഒത്തിരി തവണ പേളിയോട് താങ്ക്സ് പറഞ്ഞു. ഇതപ്പോൾ എന്നോടിങ്ങനെ പറഞ്ഞു ഓരോരോ സാധനങ്ങളും പേളി കസ്റ്റമൈസ് ചെയ്ത് ഇതിൽ വെച്ചിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ചില ഡ്രസ്സൊക്കെ ഉണ്ട്, ഏതെങ്കിലും എനിക്ക് പാകമാവില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്താൽ മതി, നമുക്കത് മാറ്റി വാങ്ങാം, ഇത്രയും കാര്യങ്ങളൊക്കെ. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇതിനകത്ത് ഇതാ ഈ ഒരു സാധനം ഇരിപ്പുണ്ട്, ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട്. ഇതിൽ വാവയ്ക്ക് ഓരോ മാസമാകുമ്പോൾ 1 month 2 months 3 months ഇങ്ങനെ മാറ്റി നമുക്ക് വെക്കാം. അങ്ങനെ 12 months, അതായത് ഒരു വർഷമാവുന്ന വരെ നമുക്കിതിങ്ങനെ മാറ്റി വെച്ച് ഫോട്ടോ എടുക്കാം. ഇതൊക്കെ എന്താ ഇതിനൊക്കെ പറയാന്നറിയില്ല. ഇതൊക്കെ ഭയങ്കര എന്താ പറയുക, ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് അറിയാവുന്ന കൊച്ചു കൊച്ചു സർപ്രൈസുകൾ എനിക്കിഷ്ടമാണെന്ന് അറിയുന്ന എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അവർ പോലും ചെയ്യുന്നതിന് മുൻപ് എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സാധനം വന്നപ്പോഴത്തേക്കും എന്താ പറയേണ്ടതെന്ന് സത്യത്തിൽ അറിയില്ല. ഇനി അടുത്തത് ഇത്രയൊന്നും ഞാൻ തുറന്ന് നോക്കിയില്ല, കാരണം എന്താ വെച്ചാൽ അന്ന് ആ ഒരു ക്യൂരിയോസിറ്റിയിലും ആ ഒരു ആക്രാന്തത്തിലും ഒക്കെ ഇതെന്താണെന്ന് പെട്ടെന്ന് തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് ഓർത്തു ഇങ്ങനൊരു കാര്യം ചെയ്തത് എന്തായാലും എല്ലാവരെയും അറിയിക്കണം. അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇതൊന്നും തുറന്ന് നോക്കണ്ടെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ച് ഇതൊക്കെ തുറക്കുകയാണ്. ഇതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഡ്രസ്സാണെന്ന് തോന്നുന്നു. അടുത്ത ദിവസം ഞാനിത് ഇടാം കേട്ടോ. ഇതൊരു മെറ്റേണിറ്റി ഡ്രസ്സ് തന്നെയാണ്. അയ്യോടാ, ഇതാണ് ആ ഡ്രസ്സ്. ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നതും ഡ്രസ്സിന് വേണ്ടിയിട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും നമ്മുടെ സൈസ് മാറിക്കൊണ്ടിരിക്കുക. ഞാൻ ഇന്നലെ ഇട്ട ഡ്രസ്സിൻ്റെ സൈസ് അല്ല ഇന്നുള്ളത്, അതാണ് അവസ്ഥ. എന്നാൽ ഞാൻ സ്വയം എന്നെ ഇങ്ങനെ കണ്ണാടി നോക്കുമ്പോൾ ഇത്രയും വലിയ വെയിറ്റ് ഡിഫറൻസും ഇത്രയും വലിയ മെഷർമെൻറ്റ് ഡിഫറൻസും ഒക്കെ എനിക്ക് വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ സത്യം പറഞ്ഞാൽ അതാണ് സംഭവം. ഇനി ഇത് അടുത്ത ഡ്രസ്സ് ഒന്നല്ല, കുറച്ചധികം ഡ്രസ്സുകൾ അതിനകത്തിരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നേ ഇതൊക്കെ ഒരു പേളി സ്റ്റൈലിൽ ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ പേളി കിട്ടി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പേളി സ്റ്റൈല് തന്നെയാണ് ഇതിലൊക്കെ പിടിച്ചേക്കുന്നതെന്ന് തോന്നുന്നു. അതാണ് ചിലപ്പോൾ ഇതൊക്കെ ഒരു പക്ഷേ കുറച്ച് വലുതാണെന്ന് തോന്നിയത് കൊണ്ടായിരിക്കും എന്നോട് പ്രത്യേകം പറഞ്ഞത്. ഏതെങ്കിലും വലുതാണെന്ന് തോന്നുകയാണെങ്കിൽ പറയണം കേട്ടോ, നമുക്കതൊക്കെ മാറ്റി വാങ്ങിക്കാമെന്ന്. ഇത്രയൊക്കെ ഒരാൾ പറയുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയ കാര്യമാണ്, സത്യസന്ധമായിട്ട്. അത്രേ ഉള്ളൂ. ഈ ലാസ്റ്റ് പീസ് ഇതാണ് മൂന്നാമത്തെ ഡ്രസ്സ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൂൺ ടു ബി മോമിക്ക് വേണ്ടിയിട്ട് വാവേക്കാൾ കൂടുതൽ സാധനങ്ങൾ എനിക്കാണ് തന്നേക്കുന്നതെന്ന് തോന്നുന്നു. ഇത്രയും ഉടുപ്പുകൾ, അതുപോലെ എന്തൊക്കെയാ ആ ഒരു കുഞ്ഞു ടെഡി ബിയർ, എല്ലാം ഭയങ്കര രസമുള്ള ഒരു കുഞ്ഞു ഹാമ്പർ. ഇത്രയും ദിവസം ഞാനിങ്ങനെ കടിച്ചു പിടിച്ചിരുന്നു. എനിക്ക് കുറച്ച് ദിവസമായിട്ട് പനിയാണ്, കുറച്ച് ക്ഷീണമുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഈ ബോക്സ് ഇവിടെ ഇരിക്കണ കാണും. ഇതിലെന്താണെന്ന് നോക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അറ്റ് ദ സെയിം ടൈം ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ പറ്റുമോ, അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുമോ എന്നുള്ളത് കൊണ്ട് അത് പരമാവധി മാറ്റി വെച്ചേക്കായിരുന്നു. എന്തായാലും പേളിയോടും ശ്രീനിഷിനോടും എനിക്ക് ഭയങ്കര ഗ്രേറ്റ്ഫുൾനെസ് ഉണ്ട്. ബിക്കോസ് ഇത് ഒരുപക്ഷെ അവരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ കാണുന്നവരെ സംബന്ധിച്ചോ ഒക്കെ ഭയങ്കര ചെറിയൊരു കാര്യമായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അത് എസ്പെഷ്യലി ഈ ഒരു ഫേസിൽ കൂടെ കടന്നു പോകുന്ന ഒരാളിലുണ്ടാക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് എന്താണെന്നുള്ളത് കടന്നുപോയവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. കാരണം നമ്മളെ കരുതുന്ന, നമുക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ഒരാൾ ചെയ്തു തരുന്നു, അവരൊരു എഫേർട്ട് എടുക്കുന്നു എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലിയ കാര്യം തന്നെയാണ്. അത് മാത്രമല്ല, അത് ഞാൻ ശ്രീനിഷിനെ കണ്ടേക്കുന്നതെന്ന് പറയുന്നത് അവരുടെ സമയത്തുള്ള ബിഗ് ബോസിൻ്റെ ശ്രീനിഷ് എവിക്റ്റഡ് ആയതിനു ശേഷം ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ വീണ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞ് എന്താ പറയുക കൊച്ചിൻ പാലസ് എന്ന് പറഞ്ഞ ആ സമയത്ത് കടുവന്ത്രയിലുള്ള ഒരു ഹോട്ടലിൽ വന്ന് ഇൻ്റർവ്യൂ എടുത്ത് പോയതാണ്. അന്ന് ഞാൻ ബിഹൈൻഡ് വുഡ്സിൽ എൻ്റെ ഒരു കരിയർ തുടങ്ങിയ സമയമാണ്. അതായത് ആദ്യത്തെ ഒരു വർഷം
അത്രേ ആയിട്ടുള്ളൂ. ആ സമയത്ത് എന്നോട് ആദ്യമായിട്ട് വീണ ഇങ്ങനെ ഒരു എംപ്ലോയി ആയിട്ട് നിൽക്കുന്നതിനപ്പുറത്തേക്ക് ഇതൊരു കരിയറാണ്, ഇതൊരു സ്വന്തമായിട്ട് ചെയ്തു നോക്ക്. ഈ യൂട്യൂബ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു അനന്തമായ കടലാണ്. ഇതൊന്ന് സ്വന്തമായിട്ട് ചെയ്തു നോക്ക്. അപ്പോൾ അറിയാൻ പറ്റും ഇതിനകത്ത് നമുക്കുണ്ടാകുന്ന ഫൈനാൻഷ്യൽ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, ഇതിൽ നമുക്കുണ്ടാകുന്ന മെൻ്റൽ പീസ് എന്തൊക്കെയാണ്, മെൻ്റൽ ഹാപ്പിനെസ് എന്തൊക്കെയാണ്. ഇതൊക്കെ അങ്ങനെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എന്നോട് ഏറ്റവും കൂടുതൽ നിർബന്ധിച്ച ആളാണ് ശ്രീനിഷ്. അന്ന് ഇതൊക്കെ കേൾക്കുമ്പോഴും എനിക്ക് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല, വളരെ സത്യസന്ധമായിട്ട്. അതിനുശേഷം ഒരു 4 വർഷവും കൂടെ എടുത്തു, നിയർലി 5 years എടുത്തു ആ ഒരു കാര്യത്തെ മനസ്സിലാക്കി ശരിയാണ് ഇത് സ്വന്തമായിട്ട് ചെയ്യണം എന്നൊരു തോന്നൽ ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ പുതിയ ചാനൽ തുടങ്ങിയതിന് ശേഷം ഒറിജിനൽസ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ചാനൽ തുടങ്ങി ഒരു 6 മാസത്തിനുള്ളിൽ വെളിയുടെ ഫാദർ മാണിയങ്കൾ എന്നെ വിളിച്ചു. അപ്പോഴും എന്നോട് പറഞ്ഞു, പിന്നെ വളരെ നന്നായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്, എനിക്ക് വളരെ സന്തോഷമുണ്ട് അങ്ങനെ ആ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറിയത് കാണാനായിട്ട്, അല്ലെങ്കിൽ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയത് കാണാനായിട്ട്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത രണ്ടാമത്തെ ഒരാളാണ്. ഇപ്പോൾ പേളിയോട് ഞാനന്ന് ചാനൽ തുടങ്ങിയ സമയത്ത് വിളിച്ചിങ്ങനെ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങാമെന്ന്. വിശ്വസിക്കില്ല നിങ്ങളാരും, പക്ഷെ ഒരുപാട് പേര് ചാനൽ എന്ന് പറയുന്നത് ഇനിയത്തെ കാലത്തെ പ്രോഫിറ്റബിൾ അല്ല, ഇത് ഭയങ്കര തലവേദന പിടിച്ച പണിയാണ്, 24/7 നമ്മൾ ഇതിൻ്റെ പുറകെ നിൽക്കേണ്ടി വരും, അതിലേക്ക് പോകണോ എന്ന് വീണ്ടും വീണ്ടും ആലോചിക്കൂ എന്ന് പറഞ്ഞെടുത്ത് ഇവരൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യണം എന്ന് പറഞ്ഞു വിട്ട ആൾക്കാരാണ്. അതിൻ്റെ ഫ്രൂട്ട്സൊക്കെ ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും വീണ്ടും സന്തോഷമാണ്. ആ പറഞ്ഞ ആൾക്കാർ തന്നെ എൻ്റെ ജീവിതത്തിലെ മറ്റൊരു മൈൽ സ്റ്റോണിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ ഒരു സാധനമായിട്ട് എന്നെ ഞെട്ടിച്ചു. അപ്പോൾ എന്തായാലും വെളിക്കും ശ്രീനിഷ്ഠും ആ ഫാമിലിക്കും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന നിലയ്ക്കും നിത്താരയ്ക്കും ഒക്കെ താങ്ക്സ് പറയുകയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടി മനസ്സ് നിറഞ്ഞിടുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.